ഹായ് ഫ്രണ്ട്സ്, റീസൺ ലേണിങ്ങിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. സിലോജിസമാണ് ഞാൻ തുടങ്ങുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഉണ്ടാവുന്ന ഒരു മെയിൻ റീസണിങ് ക്വസ്റ്റ്യനാണ് സിലോജിസം. സിലോജിസം എന്നാൽ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തരും, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൺക്ലൂഷനും തരും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതാണ് സിലോജിസം. ഇതിലേറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് വെൻ ഡയഗ്രാം മെത്തേഡാണ്. സിലോജിസം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്. സിലോജിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഒരിക്കലും ഒരു ലോജിക് ബേസിൽ നോക്കരുത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറയുന്നത് അത് ശരിയായിട്ട് എടുക്കുക, അല്ലാതെ നമ്മൾ ബുദ്ധിപരമായിട്ടൊന്നും അതിലേക്ക് നീങ്ങേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഓൾ ആപ്പിൾസ് ആർ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾ ആപ്പിൾസ് ആർ ഓറഞ്ച് അത്രേ ഉള്ളൂ. അത് നമ്മൾ ആപ്പിൾ ഓറഞ്ച് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ സിലോജിസത്തിന് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ബേസിലാണ് പോകുന്നത്. അപ്പോൾ അത് ട്രൂ ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ടൈപ്പാണ് ഉണ്ടാകുന്നത്. ഒന്ന് പോസിറ്റീവും രണ്ടാമതായത് നെഗറ്റീവും. അതായത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് സം ഓൾ ഒക്കെ വെച്ച് തുടങ്ങുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, സം ആപ്പിൾ ആർ ഓറഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഓൾ ആപ്പിൾ ആർ ഓറഞ്ച്. ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അല്ലെന്ന് പറയുന്ന രീതിയിൽ സം ആപ്പിൾ ആർ നോട്ട് ഓറഞ്ച്, അല്ലെങ്കിൽ എന്താണ് നോ ആപ്പിൾ ഈസ് ഓറഞ്ച്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അതിൻ്റെ കൺക്ലൂഷൻസ് രണ്ട് രീതിയിലായിരിക്കും വരുന്നത്. ഒന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ്, അതായത് അത് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള കൺക്ലൂഷൻസ്. രണ്ടാമതായിട്ട് വരുന്നത് പോസിബിലിറ്റി, അതായത് മേ ക്യാനൊക്കെ യൂസ് ചെയ്താണ് പോസിബിലിറ്റി കൺക്ലൂഷൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ ബേസ് ചെയ്താണ് നമ്മളിത് ഡെഫിനിറ്റ് ആയാലും പോസിബിലിറ്റി ആയാലും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് വരക്കേണ്ടതെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കാണിക്കാം. ഫസ്റ്റ് വൺ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ആപ്പിൾ ആർ ഓറഞ്ച് എന്നാണ്. അപ്പോൾ ആദ്യം ഒരു ആപ്പിൾ എന്ന് പറയുന്നൊരു റിങ് വരക്കുക. അതിന് അടുത്ത റൗണ്ട് ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറച്ച് ആപ്പിളൊക്കെ ഓറഞ്ച് ആണെന്നാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് റൗണ്ട് ഈ ആപ്പിളിലേക്ക് കയറ്റി വരച്ചാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, കുറച്ച് ആപ്പിളൊക്കെ ഓറഞ്ച് ആണ്. അതേപോലെ തന്നെ എന്താണ്, കുറച്ച് ഓറഞ്ച് ആപ്പിളും ആണല്ലേ, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷൻ വന്നാൽ നമുക്ക് എന്താണ് ട്രൂ ആണെന്ന് പറയാം. പക്ഷേ ഈ ആപ്പിള് ഈ ഫുൾ ആപ്പിളും ഓറഞ്ച് ആണെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷൻ തരുമ്പോൾ എന്താണ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ, അറിയില്ല. നമുക്കറിയില്ല ഈ ഒരു ഭാഗം എത്രത്തോളം കിടപ്പുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സം എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ കുറച്ച് ഭാഗം മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ടുണ്ടെന്നാ അല്ലെങ്കിൽ ഇല്ലെന്നാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, പോസിബിലിറ്റിയിലാണ് പറയണമെങ്കിൽ നമുക്കത് ട്രൂ ആയിട്ട് കൊടുക്കാം. അതെങ്ങനെയൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഞാൻ ജസ്റ്റ് പറയണേണ്. ഇനി സെക്കൻഡ് എന്താണ്, സം ആപ്പിൾ ആർ നോട്ട് ഓറഞ്ച്. എന്താണ്, കുറച്ച് ആപ്പിളൊന്നും ഓറഞ്ച് അല്ല. അത് ഞാൻ ഇങ്ങനെയാണ് വരക്കാറ്. അതായത് ആദ്യം ആപ്പിൾ വരച്ചു, അതുപോലെ സം ചേർത്ത് വരച്ചു, എന്നിട്ട് ആപ്പിൾ. ഇത് ഫുള്ളൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, എന്നോ ഓ എന്നൊക്കെ ഇട്ടാൽ മതി. നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ എക്സാംസിനും. സോ എ ഓ അത്ര ഞാൻ ഷോർട്ടായിട്ട് ഇട്ടുള്ളൂ. അപ്പോൾ സം ആപ്പിൾ ആർ നോട്ട് ഓറഞ്ച് എന്നാണ്. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ എന്താണ്, അതായത് ഇവിടെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ എന്താണ്, അതിൻ്റെ അർത്ഥം കുറച്ച് ആപ്പിളൊന്നും കുറച്ച് ഓറഞ്ച് അല്ല. പക്ഷെ അതിനർത്ഥം മുഴുവൻ ആപ്പിൾ ഓറഞ്ച് അല്ലെന്നാ ആണെന്നാ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, കുറച്ച് ആപ്പിൾ ഓറഞ്ച് അല്ല, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ വരക്കണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി എനിക്ക് എളുപ്പത്തിൽ ഇതാണ് തോന്നിയത്. അടുത്തത് ഓൾ ആപ്പിൾ ആർ ഓറഞ്ച്, എല്ലാ ആപ്പിളും ഓറഞ്ചാണ്. അതെങ്ങനെ വരക്കാന്ന് വെച്ചാൽ എല്ലാ ആപ്പിളല്ലേ ഓറഞ്ചിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫസ്റ്റ് ഓറഞ്ച് ഇങ്ങനെ വരക്കാം, എന്നിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ആപ്പിൾ വരക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഓൾ ആപ്പിൾ ആർ
ഓറഞ്ച്. എല്ലാ ആപ്പിളും എന്താണ്? ഓറഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഓൾ ആപ്പിൾ ആർ ഓറഞ്ച്. എന്താണ്? ആദ്യം വരുന്ന ആപ്പിള് ഉള്ളിലാണ്, രണ്ടാമത് വരുന്ന ഓറഞ്ച് പുറത്താണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ച് ടഫായിട്ടുള്ളത്, അത് പിന്നീട് നമുക്ക് പറയാം. ഇനി അടുത്തത് നോ ആപ്പിൾ ഈസ് ഓറഞ്ച് എന്നാണ്. അതായത് ഒരു ആപ്പിളും ഓറഞ്ച് അല്ല. അതെങ്ങനെ എഴുതാം? ഒരാപ്പിളും ഓറഞ്ച് അല്ല. ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാപ്പിളും ഓറഞ്ച് അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വരാറ്? സം ആപ്പിൾ ആർ ഓറഞ്ച്. എങ്ങനെ വരക്കാം? സം ആപ്പിൾ ആർ നോട്ട് ഓറഞ്ച്. ഓൾ ആപ്പിൾ ആർ ഓറഞ്ച്. നോ ആപ്പിൾ ഈസ് ഓറഞ്ച്. ഇങ്ങനത്തെ രീതിയിലാണ് ബേസിക് ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓൺലി എ ഫ്യൂ ഒക്കെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ബേസിക് ഇൻട്രൊഡക്ഷൻ പോലെ എടുക്കുക. ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും എന്താണ് വെൻ ഡയഗ്രാംസ് വരക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള വെൻ ഡയഗ്രാംസ് ആണ് ഇത്. ഈ ഇവിടെ ഓൾ ആപ്പിൾ ആർ ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റും? സം ഓറഞ്ച് ആർ ആപ്പിൾ എന്നും കൂടി പറയാൻ പറ്റും അല്ലേ? ഈ ഓറഞ്ചിൻ്റെ ചെറിയൊരു ഭാഗത്താണ് ആപ്പിൾ കിടക്കുന്നത്. സോ അപ്പോൾ എന്താണ്? സം ഓറഞ്ച് ആർ ആപ്പിൾ എന്നും ഈ ക്വസ്റ്റ്യനിൽ മീൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സം ബോയ്സ് ആർ സ്റ്റുഡൻസ്. എന്താണ്? കുറച്ച് ബോയ്സ് സ്റ്റുഡൻസ് ആണ്. ഓൾ സ്റ്റുഡൻസ് ആർ ടോൾ. എല്ലാ സ്റ്റുഡൻസും ടോൾ ആണ്. ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ വരക്കാം? ഫസ്റ്റ് സം ബോയ്സ് ആർ സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ്? ബോയ്സ് ബി, സ്റ്റുഡൻസ് എസ് അല്ലേ? സം ബോയ്സ് അല്ലേ? കുറച്ച് ബോയ്സ് സ്റ്റുഡൻസ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ സ്റ്റുഡൻസ് ആർ ടോൾ. എല്ലാ സ്റ്റുഡൻസും ടോൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഓൾ ആപ്പിൾ ആർ ഓറഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ആപ്പിൾ അകത്ത് വന്നു, ഓറഞ്ച് വെളിയിൽ വന്നു. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്? സ്റ്റുഡൻസിൻ്റെ പുറത്തേക്ക് കൂടി ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുക? ടോൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ സ്റ്റുഡൻസും ടോളാണ്. സം ബോയ്സ് ആർ സ്റ്റുഡൻസ്. അതുപോലെ എന്താണ്? ഓൾ സ്റ്റുഡൻസ് ആർ ടോൾ. ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാം. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് ചോദിച്ചാൽ സം ബോയ് ആർ ടോൾ. എന്താണ്? കുറച്ച് ബോയ് ടോൾ ആണോ? നമുക്ക് നോക്കാം. ഇതേ നോക്കേ, ഈ ടോളിൻ്റെ ഇത്രയും ഭാഗം ഈ ബോയ്സിലൂടെ കടന്നു പോകുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് ബോയ്സ് ഒക്കെ ടോളാണെന്നാണ്. കുറച്ച് ഭാഗം കടന്നു പോകുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റുഡൻറ്റ് ഇതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ടോളും ഇതായിട്ട് കണക്ട് ചെയ്ത് വന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് കയറ്റി വരക്കാനൊന്നും പാടില്ല. പക്ഷെ ഇതിലെന്താണ്? സ്റ്റുഡൻറ്റ് ബോയ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റുഡൻറ്റിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കൊള്ളിക്കണമെങ്കിൽ എന്താണ്? ടോളും ബോയ്സ് ആയിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ സം ബോയ് ആർ ടോൾ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റാണ്. അപ്പോൾ എക്സാമിന് ഓൺലി 1 ഫോളോസ്, ഓൺലി 2 ഫോളോസ്, അല്ലെങ്കിൽ ബോത്ത് 1 and 2 ഫോളോസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ്. ഇതിലെന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാണ്, ടിക്കറ്റ് കൊടുത്തു. ഇനി അടുത്തത് ഓൾ ബോയ് ആർ ടോൾ. എല്ലാ ബോയും ടോളാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ ബോയും ടോളാണെന്ന്? ഇല്ലല്ലേ? കാരണം ഈ ഒരു ടോളിൻ്റെ ഈ ഒരു വെൻ ഡയഗ്രാം എന്താണ്? ബോയ്സിൻ്റെ കുറച്ച് ഭാഗം മാത്രം മുട്ടിയിട്ടുള്ളൂ, എല്ലാവരും മുട്ടിയിട്ടില്ല. കൺക്ലൂഷൻ ആണെങ്കിൽ എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടാണ് അവർ പറഞ്ഞാക്കുന്നത്, അല്ലാതെ ഒരു പോസിബിലിറ്റിയിലല്ല പറഞ്ഞാക്കുന്നത്. പോസിബിലിറ്റിയുടെ ഒരു വേർഡും അവിടെ ഇല്ല. അപ്പം എന്താണ്? ഇത് ഫോൾസ് ആണ്. അതായത് എല്ലാ ബോയ്സും ടോളല്ല. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഷോർട്ടായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് എന്താണ് PYQ ഉൾപ്പെടെ ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.